US ഇറാൻ നിർണായക സമാധാന ചർച്ച ഇന്ന് പാകിസ്ഥാനിൽ തുടങ്ങും. ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ഇസ്ലാമാബാദിലെത്തി. ചർച്ചയ്ക്കിടയിലും ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. സമ്പൂർണ്ണ കരാറിലെത്തും വരെ ഗൾഫിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹോർമുസിലൂടെ പ്രതിദിനം 15 കപ്പലുകൾ മാത്രമേ കടത്തിവിടൂ എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഒരു വെടിനിർത്തൽ കരാർ 2 ആഴ്ചത്തേക്കുണ്ടെങ്കിലും ഹോർമുസ് തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനമുണ്ടാവില്ല. നിയന്ത്രണങ്ങളോടെ തന്നെ കപ്പലുകൾ കടത്തിവിടാനുള്ള ഒരു തീരുമാനം, അതിനിടെ ലബനനിലുള്ള ആക്രമണം, ഇതൊക്കെ ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചയെ കൂടെ ബാധിക്കുമെന്ന ആശങ്കകളുണ്ടോ? ജിൽസി, തീർച്ചയായിട്ടും ഈ 2 പ്രശ്നങ്ങളും, ഒന്ന് ലബനാനിൽ തുടരുന്ന യുദ്ധം, അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കാത്തതിലുള്ള അമേരിക്കയുടെ പ്രതിഷേധം, ഇത് രണ്ടിനെയും സ്വാഭാവികമായിട്ടും ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ വൈകിട്ടോടുകൂടി ഒരുപക്ഷെ ഇതിന്റെ പ്രാരംഭവും സാങ്കേതികവുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ. പക്ഷേ എത്ര കണ്ട് ചർച്ച ആ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുമെന്ന ഒരു അനിശ്ചിതത്വം ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നാളെ കാലത്തായിരിക്കും വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് ചർച്ച നീങ്ങുകയെന്നാണ് മധ്യസ്ഥ രാജ്യം കൂടിയായിട്ടുള്ള പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. ഈ 2 പ്രശ്നങ്ങളിലും, കാരണം യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ലബനാനിൽ. ആ യുദ്ധം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ചർച്ചയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പങ്കാളിത്തവും അതിൽ സജീവമായിട്ടുള്ള ഇടപെടലും നടത്താൻ തങ്ങൾക്ക് സാധിക്കൂ എന്നൊരു നിലപാടിൽ ഇറാനും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഈ ഒരു ലബനാനിലെ യുദ്ധവും അത് നിർത്തുന്നുവെന്ന ആ ഒരു വിഷയം ഈ കരാറിന്റെ ഭാഗമായിട്ട് വരുന്നില്ല എന്ന നിലപാടാണ് ഇസ്രായേലും അമേരിക്കയും കൈക്കൊള്ളുന്നത്. പക്ഷേ പാകിസ്ഥാനും ഇറാനും പറയുന്നത് അതും കൂടി ഈ കരാറിന്റെ ഭാഗമായിരുന്നു, അത് നിലനിർത്താൻ അല്ലെങ്കിൽ ആ താല്പര്യം സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ചർച്ച ആ സ്വഭാവത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തീർപ്പിലെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10,000-കണക്കിന് സൈനികരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലായിരിക്കും അമേരിക്കൻ സംഘം ചർച്ചയിൽ പങ്കെടുക്കുക. പാർലമെന്റ് സ്പീക്കറുടെ നേതൃത്വത്തിലായിരിക്കും ഇറാൻ സംഘവും ചർച്ചയിൽ പങ്കെടുക്കുക. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഇറാൻ കൈക്കൊള്ളുന്ന തീരുമാനം എന്നത് ഈ ചർച്ചയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിർണായകമായി മാറുകയാണ്. ജിൽസി.